ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഷ് മോളിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി, ഇതെല്ലാം കൂടെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 300 ഗ്രാം നെയ്മീനാണ്. നെയ്മീനോ അല്ലെങ്കിൽ ആവോലിയാണ് ഫിഷ് മോളിക്ക് കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാല പുരട്ടി കൊടുക്കാം. രണ്ട് വശത്തും 2 മീനിൻ്റെയും നന്നായി മസാല പുരട്ടി കൊടുക്കാം. നമുക്കിനി കൈ വെച്ച് ചെയ്ത് കൊടുക്കാം. അതാണ് കുറച്ചുകൂടി എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കാൻ നല്ലത്. ഇനി ഇതൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ ഈ മീൻ വറുത്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഷാലോ ഫ്രൈ മതി, അതുകൊണ്ട് അധികം എണ്ണ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വശമായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി നേരം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതിനി ഗ്രേവിയിലും കിടന്ന് വറന്ന് വരാനുള്ളതാണ്. ഇപ്പോൾ 2 വശമായിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. ഇനി മറ്റൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ്, അത് സ്ലൈസ് ആക്കിയതാണ്. അത് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്, അതും ചെറുതായി അരിഞ്ഞതാണ്. 4 പച്ചമുളകാണ്. ഇതിന് വേറെ എരിവിന് മുളക് പൊടി ചേർക്കാറില്ലാത്തത് കൊണ്ട് കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഉപയോഗിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു 2 നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പിൻ്റെ അടുത്ത്, ഒരു 1.25 കപ്പ് 2ാം പാലാണ് തേങ്ങയുടെ, അതൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഒരു 10 മിനിറ്റ് ഇതിൽ വേവിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് തനിപ്പാലാണിത്, കട്ടിയുള്ള തേങ്ങാപ്പാൽ, അത് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അതൊഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കരുത്. അതൊന്ന് ചെറുതായി നമ്മളിങ്ങനെ ഈ രീതിയിൽ കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. തിള വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പുളിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം പാത്രം കൊണ്ട് ഈ രീതിയിൽ ഒന്ന് ചെറുതായി ഒന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്